yet another fresh and amazing and special episode of Filmy Bazaar, an ultimate entertainment updates from movies. ആദ്യം തന്നെ അപ്ഡേറ്റ്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം വേട്ട ഇന്നലെ റിലീസായിരിക്കുകയാണ്. വളരെ നല്ല മൂവിയാണ്. ഒരുപാട് നല്ല റിവ്യൂസൊക്കെ നമ്മൾ അതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിരുന്നു. ഒരുപാട് അപ്ഡേറ്റഡ് ആയിരുന്നു നമ്മൾ ആ മൂവിയെക്കുറിച്ച്. അതിൻ്റെ അത്രയും ടാലൻ്റ് ആയിട്ടുള്ള ഡയറക്ടർ രാജേഷ് പിള്ള, നമുക്കറിയാം ഇന്നലെ നമ്മൾ ആ ഒരു സാഡ് ന്യൂസ് എല്ലാവരും നമ്മൾ അറിഞ്ഞു കാണും. അദ്ദേഹം ഒരുപാട് നാളായിട്ട് ഈ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതലേ അദ്ദേഹം ഒരുപാട് ഈ ഒരു അസുഖവുമായിട്ട് ഇങ്ങനെ വളരെ ഒരു മൽപ്പിടുത്തത്തിലായിരുന്നു. കാരണം അത്രയും ഒത്തിരി സഫർ ചെയ്തിട്ടാണ് അദ്ദേഹം ആ ഷൂട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തിരുന്നത്. ഷൂട്ടിംഗ് ടൈമിലും ഒക്കെ ഒരുപാട് അദ്ദേഹത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഹെൽത്ത് വൈസായിട്ട് ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊന്നും ബോദർ ചെയ്യാതെ, എനിക്ക് തോന്നുന്നു ചെറിയൊരു പനിയൊക്കെ വന്നാൽ പോലും നമ്മളൊക്കെ ഓഫീസിൽ പോകാൻ മടിക്കുന്ന ഒരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു 2 ദിവസം ലീവ് എടുക്കാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഇതായിട്ടൊക്കെ കാണുന്ന ആൾക്കാരാണ്. പക്ഷേ അദ്ദേഹം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ സിനിമ അത്രയും പാഷനാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതമാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ മൂവിയെ കണ്ടതുകൊണ്ടും പാഷൻ ആയതുകൊണ്ടും അദ്ദേഹം ആ ജോലിയിൽ വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുകയും അതിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് അസുഖമൊക്കെ ഒരു സൈഡിലാക്കി മാറ്റി വെച്ച് അതിനെ മൈൻഡ് പോലും ചെയ്യാതെ അദ്ദേഹം ആ ഒരു ഷൂട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഇടയിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരുപാട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വളരെ മനോഹരമായിട്ട് ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് ആ മൂവി ഇന്നലെ റിലീസായപ്പോഴാണ് നമ്മളെല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഈ ഒരു വാർത്ത നമുക്കെല്ലാവർക്കും അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോബിനോടുള്ള ഒരു സിൻസിയറിറ്റി അത് ഇന്നലെ ആ മൂവി കണ്ടപ്പോൾ തന്നെ അത്രയും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്രയും ഡെഡിക്കേഷൻ ആ ഒരു വർക്കിനോട് കാണിച്ചിരുന്നു എന്നുള്ളത് അത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്ര നല്ല മൂവിയാണ് വേട്ട. എന്തായാലും നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാലും തീരത്തില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൂവി ഹൃദയത്തിൽ സൂക്ഷിക്കാം എന്നുള്ള മൂവിയായിരുന്നു. അത് അത്ര ഒരു ഹിറ്റായ ഒരു മൂവി ആയിരുന്നില്ല, ഒരു പരാജയമായിരുന്നു അത്. പക്ഷേ അതിനുശേഷം ഒരു 4-5 ഇയേഴ്സ് ഒരു ബ്രേക്കിന് ശേഷം അദ്ദേഹം മറ്റൊരു ഹിറ്റുമായിട്ടാണ് നമ്മളുടെ എല്ലാവരുടെയും മുമ്പിൽ വന്ന ട്രാഫിക് എന്ന മൂവി. എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ ഒരു ട്രെൻഡ് തന്നെ കൊണ്ടുവന്നത് എനിക്കൊന്ന് ആ ട്രാഫിക് മൂവിക്കൊക്കെ ശേഷമായിരിക്കാം. അപ്പോൾ ആ ഒരു ട്രാഫിക് മൂവിയിലൂടെ തന്നെ അദ്ദേഹം ന്യൂ ജനറേഷൻ ഒരു കോൺസെപ്റ്റോട് കൂടി തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം മിലിയും വേറെ ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയായിരുന്നു. വളരെ നന്നായിട്ട് തന്നെ റീച്ച് ചെയ്ത് എനിക്ക് ആ മിലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അതിനകത്ത് കൂടെ ഒരു മെസ്സേജൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കോൺഫിഡൻസ് കുറഞ്ഞിരുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് കോൺഫിഡൻസ് എല്ലാം അതിലൂടെ കിട്ടി എന്ന് തന്നെ വേണമെങ്കിൽ എനിക്ക് പറയാം. അപ്പോൾ അത്രയും നല്ല മൂവീസൊക്കെ സമ്മാനിച്ചിരുന്ന ഒരു ഗ്രേറ്റ് ഡയറക്ടറായിരുന്നു രാജേഷ് പിള്ള. സോ എനിവേയ്സ് എന്തായാലും അദ്ദേഹത്തിന് ഫിൽമി ബസാറിൻ്റെ വക ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സോ നമുക്ക് നമ്മുടെ കോളർ എത്തിയിട്ടുണ്ട്. ഹലോ 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 ഓൾ റൈറ്റ്. അപ്പം കോൾ ഡ്രോപ്പായി പോയിരിക്കുകയാണ്. സോ വീണ്ടും വിളിക്കുക. അപ്പം നമുക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ മൂവീസിലേക്ക് വേണം തിരിച്ചു പോകാം. മിലിയും അതുപോലെ തന്നെ ഒരു മെസ്സേജൊക്കെ കൺവേ ചെയ്യുന്ന ഒരു മൂവിയായിരുന്നു. സോ ഇത്രയും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ പാസ് ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ രോഗങ്ങളെയൊക്കെ എനിക്ക് തോന്നുന്നു ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭേദമാകാമായിരുന്നു. ഇത്രയും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് അതൊന്നും കടക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും മാത്രം അദ്ദേഹം അതൊന്നും ബോദർ ചെയ്യാതാണ് ജോബിനോട് അത്രയും ഒരു പാഷനായിട്ടും കോൺസെൻട്രേഷനോടും കൂടി തന്നെ നിന്നിരുന്നത്. എനിവേയ്സ് ഞങ്ങളുടെ എല്ലാവരുടെയും വക, ഫിൽമി ബസാർ ടീമിൻ്റെ എല്ലാവരുടെയും വക ആദരാഞ്ജലികൾ അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. അപ്പം നമുക്ക് ബാക്ക് ടു നമ്മുടെ അപ്ഡേറ്റിലേക്ക് പോകാം. ജേക്കബിൻ്റെ സ്വർഗരാജ്യം, നമ്മൾ ഈ ലാസ്റ്റ് ഡേ എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നിവിൻ പോളിയുടെ അടുത്ത മൂവിയാണ് യെറ്റ് അനദർ മൂവി. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന മൂവിയിൽ ഇവർ രണ്ടുപേരോടുള്ള കോമ്പിനേഷൻ നമുക്കറിയാം. നേരത്തെ മൂവീസ് എല്ലാം തന്നെ ഹിറ്റായിരുന്നു. ഈ 2 കോമ്പിനേഷൻ ഒരുമിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഹിറ്റ് മൂവി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് പറയാൻ തോന്നുന്നത് കാര്യം. അപ്പോൾ എന്തായാലും ഈ 2 കോമ്പിനേഷൻ വീണ്ടും ഒന്നിക്കുകയാണ് ജേക്കബിൻ്റെ സ്വർഗരാജ്യം. ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ജേക്കബ് ആരാണെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ജേക്കബും ഇതിനകത്തുള്ള നിവിൻ പോളി അല്ല, രഞ്ജി പണിക്കറാണ് ജേക്കബായിട്ട് വരുന്നത്. സോ എന്തൊക്കെയോ ട്വിസ്റ്റുകളൊക്കെ ഇതിനകത്തിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പിന്നെ പുതുമുഖ നായിക റീബയാണ്. ഓരോരോ പുതുമുഖ നായികമാരാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് ഓരോരോ മൂവീസിലും. അപ്പോൾ എന്തായാലും ഇതിവിടെ ഒന്ന് പോസ് ചെയ്യാം. നമുക്ക് നമ്മുടെ കോളറുണ്ട്. ഹലോ, സന്തോഷമായി ഗോപിയേട്ട. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ അപ്ഡേറ്റിലേക്ക് വരാം. അപ്പോൾ റീബയാണ് പുതുമുഖ നായിക ഈ മൂവിയിലൂടെ വരികയാണ് നിവിൻ പോളിയുടെ കോമ്പിനേഷനായിട്ട്. സോ എനിക്കൊന്ന് പുതുമുഖ നായികമാരെല്ലാം ഇങ്ങനെ നിവിൻ പോളി മൂവീസിലൂടെയാണെന്ന് തോന്നുന്നു എൻട്രി വരുന്നത്. എന്തായാലും റീബയുടെയും ന്യൂ എൻട്രി നിവിൻ പോളി മൂവിയിലൂടെ തന്നെയാണ്. സോ
റീബ ഇപ്പം ബാംഗ്ലൂരിലാണ് മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. സോ എന്തായാലും റീബയുടെ ഒരു സ്റ്റാർട്ടിങ് തന്നെ നിവിൻ പോളിയുടെ കൂടെ തന്നെയാണ്. ഇവിടെ നിന്ന് ചാടി പുറപ്പെട്ടു വന്നിരിക്കുന്നത് പഞ്ച്വാലിറ്റി. കുറച്ചധികം സംസാരിക്കാനുണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് പോവാം. സോഷ്യൽ നെറ്റ്വർക്കിൽ ഇങ്ങനെ അടുത്തായിട്ട് വന്ന ഒരു ന്യൂസാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സോഷ്യൽ നെറ്റ്വർക്കിൽ ഇപ്പം കുറച്ച് ന്യൂസസ് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും. പക്ഷെ ആ സ്പ്രെഡിനിടയിൽ അത് ഇനി സത്യമായാൽ തന്നെ ആ സത്യമാണെന്നുള്ളതും വിശദീകരിക്കാൻ അവർ തയ്യാറാവത്തില്ല. അത് കള്ളാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കട്ടെ മൂടി വെച്ചേക്കും. പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ നവ്യ നായർ ഒരു സ്റ്റേജ് പ്രോഗ്രാം, എന്തൊരു അവാർഡ് ഫംഗ്ഷൻ, എന്തോ ഒരു സംഭവത്തിന് വേണ്ടി മേക്കപ്പ് ഒക്കെ ചെയ്തത് കൂടിപ്പോയി എന്നുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ. അത് നവ്യ നായർ ഫാൻസിനെയൊക്കെ വല്ലാതെ വിഷമിപ്പിച്ചു. ഒരു കോളർ, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ഫിൽമി ബസാർ. ആരാണ്? ഞാൻ ദീപിക. ദീപിക, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഡയറക്ടർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഫേവറേറ്റ് ഡയറക്ടർ രാജേഷ് പിള്ള മരിച്ച വിവരം അറിഞ്ഞു കാണുമല്ലോ അല്ലേ ദീപിക? അറിഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യനിലേക്ക് തന്നെയാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ സെക്കൻഡ് മൂവി ഏതായിരുന്നു? അദ്ദേഹം ഡയറക്ട് ചെയ്ത സെക്കൻഡ് മൂവി, അത് അത്രമാത്രം ഹിറ്റുകൾ സൃഷ്ടിച്ച ഒരു മൂവിയായിരുന്നു. അദ്ദേഹത്തിന്റെ സെക്കൻഡ് മൂവി ട്രാഫിക് ആണോ? ട്രാഫിക്. എനിക്ക് മറ്റൊരു ക്ലൂ പോലും തരേണ്ടി വന്നില്ല. ഞാൻ വിചാരിച്ചു ഒന്ന് പോസ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ക്ലൂ തരാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. ദീപിക, എന്തായാലും കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, ബൈ. സത്യം എത്ര പെട്ടെന്ന് ചാക്കോച്ചിന്റെ കാര്യം ഒക്കെ പറയേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു. അതെ, നമ്മുടെ ന്യൂസിലേക്ക് തിരിച്ചു വരാം. നവ്യനാരുടെ ന്യൂസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഒരു നൃത്ത പരിപാടിയിൽ മേക്കപ്പ് ഓവറായി എന്നുള്ള പ്രശ്നത്തെ തുടർന്നാണ്. അതായത് ഞാനും കണ്ടിരുന്നത്, കണ്ടായിരുന്നു സ്റ്റില്. അപ്പം എന്തായാലും ആരെന്തൊക്കെ പറഞ്ഞാലും ചില ആൾക്കാർ അത് അഡ്മിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതല്ല രസം. അത് ഏതിനോടാ ഉപമിച്ചെന്നറിയോ? നമ്മുടെ ചതിക്കാത്ത ചന്ദ്രൻ സലീം കുമാറിന്റെ ആ ഒരു ഫേസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എവിടെയാണ്, നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എവിടെയാണ്? നവ്യ നായർ അത് സമ്മതിച്ചിരിക്കുകയാണ്. സാധാരണ ആരെന്തൊക്കെ ഇപ്പം നമ്മൾ കാണാറുണ്ട് ഫേസ്ബുക്കിൽ, എന്തൊക്കെ കമന്റ്സ് ഇട്ട് കഴിഞ്ഞാലും ചില ആരും ചിലപ്പം പറഞ്ഞാലും നമ്മളൊന്നും റെസ്പോണ്ട് ചെയ്യാറില്ല കേട്ടോ. അപ്പൊ എന്നാലും ഇതിന് വളരെ ഇതായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. തെറ്റാണ്, ഇനിയും അതായത് അതെന്തായാലും കഴിഞ്ഞു, ഉണ്ടാവും എന്നറിയാം. എന്തായാലും ചെയ്തത് തെറ്റായി പോയി, ഇനിയും ആവർത്തിക്കാതിരിക്കാം. പക്ഷെ വേറൊരു കാര്യം കൂടെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ആ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കുറ്റം പറയുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ എനിക്ക് തോന്നുന്നു കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. നസ്രിയയുടെ മേക്കപ്പ് മുതലുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ കുറെ പരാമർശനമൊക്കെ നടത്തിയിട്ടുണ്ട്. അത് എന്താണെന്ന് പോലും, എന്താണ് അവർ ഉദ്ദേശിച്ച തീമെന്ന് പോലും മനസ്സിലാക്കാന്നാണ് ആൾക്കാർ ചുമ്മാ ക്രിട്ടിസൈസ് ചെയ്ത്. സോ അതുകൊണ്ടായിരിക്കണം ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കുറ്റം പറയരുതെന്നുള്ള ഒരു രീതിയിൽ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ കാര്യം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും. സോ എന്തായാലും സോഷ്യൽ നെറ്റ്വർക്കിൽ മാക്സിമം പ്ലസ് കാര്യങ്ങളൊക്കെ മാത്രം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നടത്തിയ കൊള്ളാം അല്ലേ? സ്വാധിക്കുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ കാര്യമാണ്. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നവ്യ നായർ ചെയ്തതുപോലെ ഇതുപോലുള്ള ബാഡ് കമൻറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവായിട്ട് തമാശകളൊക്കെ ഇങ്ങനെ ഫണ്ണി കമൻറ്റ്സ് ഒക്കെ അയക്കുന്നവരോട് എന്താണ് നടന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കും അത് ക്ലിയർ ആവും കുറച്ചുകൂടി എന്താണ് സംഭവം ചെയ്ത് കഴിഞ്ഞാലും അതിനെയും കുറ്റപ്പെടുത്തുന്ന പലരും ഉണ്ട്. അത് കണ്ടിട്ടുണ്ട്. മുറിവ് ഏൽപ്പിച്ചു സ്വാതി എവിടെ അതെ, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. പക്ഷെ എന്നാലും അത് ചിലപ്പോൾ ഒരു 1% 2%, ഇപ്പം എല്ലാവരെയും കൂടെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിൽ പോലും കുറച്ചധികം ആൾക്കാർക്ക്, ഒരു 99% ആൾക്കാർക്കും അത് ക്ലിയർ ആകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കുറച്ച് കമൻസ് ഒക്കെ വരുമ്പോൾ അതിനെ ഒരു പോസിറ്റീവ് മൈൻഡിൽ എടുത്തിട്ട് അത് എന്താണ് നടന്നതെന്നുള്ളത് കുറച്ചുകൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിനകത്ത് ഇൻക്ലൂഡായ മറ്റ് പലർക്കും എന്താ പറയാ നല്ല കാര്യം തന്നെയായിരിക്കും. കാരണം അവരെയും അതൊരു ബാഡ് ഇമേജിലോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ഒരുപാട് ഇതിപ്പോൾ ഹെൽപ്ഫുൾ ആവും. എന്താ വെച്ചാൽ ഇപ്പം ഈ മേക്കപ്പിനെ ബ്ലെയിം ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബ്ലെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നവ്യ അത് വളരെ ഇതായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ എല്ലാവരും അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നു. അപ്പം നമുക്ക് അടുത്ത ന്യൂസ് അപ്ഡേറ്റ്.
അടുത്ത മൂവി അപ്ഡേറ്റിലേക്ക് പോകാൻ പോകുന്നത് ഫുൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കിങ് ലെയർ ആണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന എറ്റ് അനദർ ദിലീപേട്ടൻ മൂവിയാണ് കിങ് ലെയർ. ടു കൺട്രീസ് എന്ന ഹിറ്റ് മൂവിക്ക് ശേഷം നമ്മളെല്ലാവരും ദിലീപേട്ടൻ്റെ ഈ മൂവിക്ക് വേണ്ടിയാണ് ഇനി കാത്തിരിക്കുന്നത്. യെസ്, ഇതിനകത്തുള്ള സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് വീണ്ടും ഒരുപാട് കാലത്തിന് ശേഷം ഒരു 20 ഇയറിന് ശേഷമാണ് ഇവരുടെ ഈ ഒരു കോമ്പിനേഷൻ വീണ്ടും ഒന്നിച്ചിരിക്കുന്നത്. മഡോണയാണ് ദിലീപേട്ടനോട് പെയർ ചെയ്യുന്നത്. പിന്നെ ഇതില് ആരാണ്? ആശ ശരത് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതെ, പിന്നെ അതിനുശേഷം ഇനിയും ദിലീപേട്ടൻ കന്നഡ ചിത്രത്തിലൊക്കെ ഈ വർഷം അഭിനയിക്കാൻ പോകുന്നുണ്ടെന്നുള്ള ഒരു ന്യൂസ് ഒക്കെ നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതെ, അപ്പൊ എന്തായാലും ദിലീപേട്ടന്റെ മൂവീസിന് വേണ്ടി ആൾക്കാരെല്ലാം ഒരുപാട് വെയിറ്റിംഗ് ആണ്. നമുക്ക് എല്ലാം റിലാക്സ് ആയി കാണാൻ പറ്റുന്ന മൂവീസ് ആണ് ദിലീപേട്ടന്റെ മൂവീസ്. ഈ ഒരു കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ ഇതിനകത്തിൽ സിദ്ദിഖ് തിരക്കഥ എഴുതി ലാൽ സംവിധാനം ചെയ്യുന്ന മൂവിയാണ് കിങ് ലെയർ. സോ നമുക്ക് നമ്മുടെ കോളർ റെഡിയാണ്. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ? വെൽക്കം ടു ഫിൽമി ബസാർ. ഞാൻ ഇരിക്കുന്നത് പ്രതീഷാണ്. പ്രതീഷ്, നമ്മള് ഇപ്പൊ കിങ് ലെയറിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സിദ്ദിഖ് ലാൽ കോമ്പിനേഷൻ വീണ്ടും എത്തി അല്ലേ? ഞാൻ കണ്ട്. ഞാനപ്പോ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അതായത് ഈ കൂട്ടുകെട്ട് ആദ്യം ഇവരുടെ ഒരു കൂട്ടുകെട്ടിൽ ഫസ്റ്റ് മൂവി ഏതാണെന്ന് അറിയോ? ഡയറക്ട് ചെയ്ത മൂവി, സിദ്ദിഖ് ലാൽ ഡയറക്ട് ചെയ്ത ഫസ്റ്റ് മൂവി ഏതാണ്? അതൊരു ഹിറ്റ് ഫിലിം ആയിരുന്നു. ഒരുപാട് തമാശകളൊക്കെ ഉള്ള, നമ്മൾ ഇന്നും ആ സിനിമയൊക്കെ കണ്ട് ഒരുപാട് ചിരിക്കാറുണ്ട്. അതില് മുകേഷ് ഏട്ടനുണ്ട്, അതെ, ഇന്നസെന്റ് ഉണ്ട്. ഇനി ആരൊക്കെയാണ്? എന്നിട്ട് കഥയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്. മാന്നാർ മത്തായി സ്പീക്കിംഗ്, നമുക്കറിയാലോ അല്ലേ? പക്ഷെ അതല്ല ആൻസർ. പ്രതീക്ഷ വെച്ചിട്ട് പോയോ? ഹലോ, ഇല്ല ഇവിടെ ഉണ്ട്. 1 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5 കഴിഞ്ഞു. ഡൗട്ട് ഉണ്ട് കേട്ടോ. ഗൂഗിളൊക്കെ അവിടെ നിന്ന് നോക്കിയായിരിക്കും അല്ലേ? ഒന്നുമില്ല പ്രതീക്ഷ. അപ്പൊ എന്തായാലും കൺഗ്രാറ്റ്സ്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ ബൈ. നമ്മൾ ഈ അടുത്തായിട്ട് ഒരു ന്യൂസ് അടുത്തല്ല കുറച്ച് നാളായിട്ട് ഒരു ന്യൂസ് കേട്ടിരുന്നു. അതായത് കമൽഹാസൻ സാറും ശ്രുതി ഹാസനും കൂടി ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം ആ ന്യൂസ് ഒന്ന് പോസ് ചെയ്തിരുന്നു. ബട്ട് ഫൈനലി ഇപ്പോൾ അത് കൺഫേം ആയിരിക്കുകയാണ്. ചാണക്യന് ശേഷം ഒരുപാട് കാലത്തിന് ശേഷം ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ടി.കെ. രാജീവ് കുമാർ സംവിധാനം ചെയ്യുന്ന പുതിയൊരു ചിത്രത്തിലാണ് കമൽ സാറും ശ്രുതി ഹാസനും ഒന്നിക്കുന്നത്. രമ്യ കൃഷ്ണനാണ് കമൽഹാസൻ സാറിന്റെ നായികയായിട്ട് വരുന്നത്. അതെ, അവരുടെ മകളായിട്ടാണ് ശ്രുതി ഹാസൻ വരുന്നത്. ശ്രുതി ഹാസൻ നായികയായിട്ടാണെന്ന് പലരും തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് ശ്രുതി ഹാസൻ മകളായിട്ട് വരുന്ന കാര്യമാണ്. ഈ അടുത്തൊരു ഇവർ രണ്ടുപേരുടെ ഒരു നൃത്തം ചെയ്തിരുന്നു. രണ്ടുപേരോട് ശ്രുതി ഹാസനും അതുപോലെ തന്നെ കമൽഹാസൻ സാറോട് ഒരുമിച്ച് ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിരുന്നു. അപ്പം അതൊക്കെ ഇതിന്റെ മുന്നോടിയായിട്ടായിരിക്കാം അല്ലേ? അപ്പൊ എന്തായാലും ഫൈനലി ഇവർ രണ്ടുപേരുടെ ഒരു ആദ്യത്തെ മൂവിയാണ്. സോ ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് അതുപോലെ തന്നെ അതെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം എന്തായാലും അല്ലേ? പിന്നെ അതുപോലെ തന്നെ രമ്യ കൃഷ്ണനാണ് ഇതിൽ നായികയായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഒരു നല്ലൊരു ബ്രേക്കിന് ശേഷം ചാണക്യൻ മൂവിക്ക് ശേഷം ഡയറക്ട് ചെയ്യുന്ന രാജീവ് കുമാർ ഡയറക്ട് ചെയ്യുന്ന മൂവിയാണ്. യെസ്, അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കേട്ടു, ടീസേഴ്സ് ഒക്കെ കണ്ടു, പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ പാസ് ചെയ്തു. സോ ഇനിയും ഒരുപാട് സ്പെഷ്യൽ എപ്പിസോഡ്സും ട്രെയിലേഴ്സും ടീസേഴ്സും സോങ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ദിസ് ഈസ് സ്വാതി ആൻഡ് നിഷ സൈനിങ് ഓഫ്. ബൈ.